CBI CID ക്യാമറ കട്ടിയുണ്ട് കേട്ടോ. ഇനി ഒരുപാട് ഐറ്റം കിട്ടും. നമസ്കാരം. എൻ്റെ അമ്മോ, ഇൻട്രഡക്ഷൻ പൊളിച്ച് തകർത്ത്. ഇനി ബാക്കി അല്ല, അത് ശരിക്കും പറഞ്ഞാണോ കളിയാക്കി? അല്ലല്ല, അത് തമാശയല്ല, സീരിയസ് അല്ലേ പറഞ്ഞു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നല്ലൊരു ജോലി ചെയ്ത് സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എവിടെ ജോലി എന്ന് പറഞ്ഞു അതോടൊന്ന് പറഞ്ഞു. എൻ്റെ എത്തിക്സിനോട് ചേരില്ല എന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി അത് ചെയ്യൂ. അത് നിങ്ങളോടുള്ളൊരു സ്നേഹം, നിങ്ങളുടെ ചാനലിനോടുള്ള സ്നേഹം, അമരവിള സതീഷിനെ പോലുള്ളവരോടുള്ള സ്നേഹം, ഇതൊന്നുമല്ല. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ. റെഡി, 1 2 3. നമസ്കാരം. CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ എത്തിയിരിക്കുകയാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടനായ കലാഭവൻ ഷാജോൺ. അതിനൊപ്പം തന്നെ ഈ സിനിമയുടെ ഡയറക്ടർ സനൂപ് സത്യൻ. വെൽക്കം ടു ദ ഷോ. നമസ്കാരം. എൻ്റെ അമ്മോ, ഇൻട്രഡക്ഷൻ പൊളിച്ച് തകർത്ത്. ഇനി ബാക്കി ഇൻട്രഡിച്ചിരി പിന്നെ CID രാമചന്ദ്രനൊക്കെ മാറിയിട്ട് CPM എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു, അതുപോലെ CBI എന്ന് പറഞ്ഞു, എന്തൊക്കെയോ മാറ്റി പറഞ്ഞു കൊച്ചു. പക്ഷെ ഓക്കെ, പക്ഷെ തകർത്ത് അടിപൊളിയായിരുന്നു. ഇൻട്രഡക്ഷൻ പൊളിച്ചു. ഇനി ബാക്കി. അപ്പോൾ പോലീസ് ഓഫീസറായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു സിനിമകളിൽ ഗ്രേ ഷെയ്ഡ് ഉണ്ടാവും, നല്ല പോലീസ് ഓഫീസർ ഉണ്ട്. പക്ഷെ ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസറായിട്ടൊക്കെ ഒരു സിനിമയിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഇത് ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നല്ല ക്വസ്റ്റൻ നമ്മളെ കാര്യം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മൾ അല്ല, അത് ശരിക്കും പറഞ്ഞാണോ കളിയാക്കി? അല്ലല്ല, അത് തമാശയല്ല, സീരിയസ് അല്ലേ പറഞ്ഞു. ഓക്കെ ഓക്കെ, താങ്ക് യു. കാര്യം വളരെ നല്ല ക്വസ്റ്റനാണ്. കാര്യം ഇത് തന്നെയാണ് നമ്മൾ ഈ സിനിമ പറയുന്നത്. ഈ നമ്മുടെ സിനിമ തുടങ്ങുന്ന തന്നെ ഇദ്ദേഹത്തിന് റിട്ടയർമെൻറ്റ് ഫംഗ്ഷനിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ യൂണിഫോം ഇടുന്ന രാമചന്ദ്രനല്ല പിറ്റേ ദിവസം മുതൽ ആക്ച്വലി നമ്മൾ കാണുന്നത്. യൂണിഫോം ഇടുമ്പം പോലീസുകാർക്കൊരു പവറുണ്ട്. അത് പണ്ടും ഞാൻ ചാച്ചനോട് ചെറുപ്പത്തിൽ ചോദിച്ചിട്ടുണ്ട്, ചാച്ച ഈ കള്ളന്മാരെയൊക്കെ പിടിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ധൈര്യം കിട്ടുന്നത്? അപ്പോൾ ചാച്ചൻ പറഞ്ഞിട്ടുണ്ട്, എടാ ഒരു യൂണിഫോം ഒരു പോലീസുകാരനെടുത്ത് ഇടുമ്പം കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്, ഒരു പവറുണ്ട്. കാര്യം ഒരു ഫോഴ്സാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ആ ഒരു പവറുണ്ട്. ആ പവറിൻ്റെ പുറത്താണ് ഈ പോലീസുകാർ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ഈ ഫസ്റ്റ് സീനിലുണ്ടത്. ഈ ഫസ്റ്റ് സീനിൽ രാമേന്ദ്രൻ്റെ ഇൻട്രോ തന്നെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനാണ്. പക്ഷേ പിറ്റേ ദിവസം മുതൽ കാണിക്കുന്ന രാമേന്ദ്രൻ അങ്ങനെയല്ല. അദ്ദേഹത്തിന് കുറച്ച് ഡൗട്ടുകൾ, ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സും എന്തൊക്കെയോ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇയാളുടെ മൊത്തത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡിലും കാര്യങ്ങളിലുമൊക്കെ. ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അഭിനയിക്കുമ്പോൾ വരുന്നത്, ഇത് മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്നതല്ല. നമ്മളൊരു കഥ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഡയറക്ടറുമായിട്ട് സനൂപുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ സനൂപ് നമുക്ക് പറഞ്ഞു തരുന്ന അതാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു ട്രോമയാണ് പിന്നെ ഈ സിനിമ പറയുന്നത്. ഈ 33 വർഷം ഈ പോലീസ് ജോലി ചെയ്തിട്ട് പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ പെട്ടെന്ന് ഒരു ദിവസം പിന്നെ ഇയാൾ ആ സ്റ്റേഷനിൽ ആരും അല്ല എന്നുള്ളതാണ്. ഇദ്ദേഹം അവിടെ പോകുന്നുണ്ട്. ആദ്യം ചെല്ലുമ്പം ആ സാറേ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് സ്വീകരിക്കുന്നവരൊക്കെ പിന്നെ ആ സാർ ഇങ്ങനെ ആവും, പിന്നെ ഇത് മാത്രമാവും. അത് നമ്മുടെ ലൈഫിൽ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്നൊരു കാര്യമാണ്. ചില സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഒരു തവണ പോന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അവിടെ ആരും അല്ലാതായി പോകുന്നൊരവസ്ഥയുണ്ട്. പലർക്കും പല രീതിയിലായിരിക്കും പലർക്കും അത് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു ഏരിയ പറയുന്നൊരു സിനിമ കൂടിയാണിത്. പ്രത്യേകിച്ച് ഇത് പോലീസ് ഒരു ഉദ്യോഗസ്ഥൻ്റെ ജോലി പറയുന്നതുകൊണ്ടാണ് നമ്മളിതൊരു SI നമ്മൾ പറയുന്നത്. ഒരുപാട് പ്രത്യേകിച്ച് ഗവൺമെൻറ് ജോലികളിൽ നിന്ന് റിട്ടയർ ആവുന്നവർ അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ അവർക്ക്. അപ്പം അങ്ങനെയുള്ളൊരു പോലീസ് ഓഫീസർ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങുന്നതും അദ്ദേഹത്തിലേക്ക് വരുന്ന 1-2 കേസുകൾ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം അത് കണ്ടുപിടിക്കുന്നതുമാണ് നമ്മുടെ സിനിമ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഷാജോടെ പറഞ്ഞ ഒരു കാര്യം ഭയങ്കര വൈറ്റലാണ്. കാരണം നമ്മൾ വിചാരിക്കും നമ്മുടെ പ്രസൻസ് അല്ലെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര വലിയ കാര്യം തോന്നുന്നു. പക്ഷെ നമ്മൾ ഇല്ലാതായി കഴിഞ്ഞാൽ ദ വേൾഡ് വിൽ മൂവ് ഓൺ ഫ്രം ദ വെരി നെക്സ്റ്റ് മൊമെന്റ്. എനിക്ക് തോന്നുന്നു ഈ റിട്ടയർമെന്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞൊരു കാര്യം ഈ സിനിമയിൽ ഭയങ്കര വൈറ്റലാന്ന് തോന്നുന്നു. അതെ. അപ്പോൾ കമ്മിങ് ടു ദി ഡയറക്ടർ, സാറ് അധികം സിനിമകളിൽ വർക്ക് ചെയ്തിട്ടില്ല. ആസ് എ ഡയറക്ടർ ആണെങ്കിൽ പോലും ഒരു സിനിമയിൽ മാത്രമേ ഐ തിങ്ക് അസോസിയേറ്റ് ആയിട്ട് നിന്നിട്ടുള്ളൂ. ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയില്ല, കാരണം കൈയൊക്കെ ഒടിഞ്ഞിരിക്കുമായിരുന്നു ആ സമയത്തായിരുന്നു. ഒരു സീരിയലെടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായിട്ടും അങ്ങനത്തെ സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം ആക്ച്വലി, സത്യസന്ധയോട് പറയുകയാണെങ്കിൽ. പക്ഷേ സിനിമയിൽ ഒരു സിനിമ ഡയറക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് വേണമെന്ന് പറയും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. സോ സാറിന്റെ കേസിൽ അത് ഡിഫറെന്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹൗ വാസ് ഇറ്റ് ഡിഫറെന്റ് ഫോർ യു? നമ്മൾ സിനിമയോടുള്ള പാഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മുടെ ഏജും ഒക്കെ കുറച്ച് ഏജായി, തീരെ ചെറിയ പ്രായമല്ലല്ലോ, കോളേജിലൊക്കെ കഴിഞ്ഞുള്ള പ്രായമൊന്നും അല്ല, സിനിമയിലേക്ക് എത്താനുള്ള സമയം കഴിഞ്ഞു. അപ്പം തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ ഭാഗമായി നിന്നുകൊണ്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ആ സിനിമയിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുള്ളൂ. കാരണം ഒരുപാട് സമയം അസോസിയേറ്റ് ആയിട്ടും അസിസ്റ്റൻ്റായിട്ടും ഒന്നും വർക്ക് ചെയ്ത് ഉള്ള എക്സ്പീരിയൻസ് അത് തീർച്ചയായിട്ടും ഏറ്റവും നല്ലത് അങ്ങനെ തന്നെയാണ്. സിനിമയിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല മാർഗ്ഗവും അങ്ങനെ തന്നെ വേണമെന്നുള്ളതാണ് ഒരു സിനിമ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷേ നമുക്ക് അങ്ങനെയുള്ള സമയമില്ല, പിന്നെ സിനിമയോടുള്ള അതിയായ ആഗ്രഹം എന്നുള്ളതൊക്കെ കൊണ്ട് തീർച്ചയായിട്ടും ഒരു സിനിമയുടെ ഭാഗമായി നിന്നുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലൊക്കെ നിന്നുകൊണ്ട്
ഒരു നല്ല സിനിമയിലേക്ക് എത്തുക എന്നുള്ളതാണ്. സിനിമ നല്ലൊരു ജോലി ചെയ്ത് സമാധാനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. എവിടെ ജോലി എന്ന് പറഞ്ഞു അതോടൊന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ ബിസിനസ്സാണ്, ആ. സ്വന്തമായിട്ട് IT ഫീൽഡിലുള്ള ഒരു ബിസിനസ്സാണ്. വർഷങ്ങളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിനിമ എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഡീവേഷൻ. സിനിമ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പണ്ട് മുതലേ കോളേജിൽ പഠിക്കുന്ന സമയം മുതലേ നാടകങ്ങളൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ 1-2 ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പുറത്തൊന്നും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്തതാണ്, പുറത്തൊന്നും അങ്ങനെ ഇട്ടിട്ടുള്ളതല്ല. പക്ഷേ എന്നിരുന്നാലും സിനിമ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ആഗ്രഹം തന്നെയാണല്ലോ. ആ നേരത്തെ പറഞ്ഞ പ്രായം, എനിക്ക് തോന്നുന്നു സിനിമയിൽ അങ്ങനെ പ്രായം ഒരു പ്രശ്നമാണോ? ഒരു പ്രോബ്ലം ഇല്ല. അല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, പ്രായം പ്രോബ്ലം ഇല്ലെന്ന് പറഞ്ഞാലും അതിലേക്ക് എത്തപ്പെടുന്നത് ഒരുപാട് താമസിച്ചാണെങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് സമയമല്ലേ ഉള്ളൂ. അല്ല, അങ്ങനെ അതങ്ങനെയും പറയാൻ പറ്റില്ല. നമ്മൾ ജോലി ചെയ്യാൻ, നമ്മൾ കഷ്ടപ്പെടാൻ, ബുദ്ധിമുട്ടാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. ഞാൻ ഷാജുജാൻ അത് പറയാനിരിക്കായിരുന്നു. ആക്ച്വലി സിനിമയിൽ നമുക്ക് റിട്ടയർമെന്റ് ഇല്ലല്ലോ, കാരണം നമുക്ക് സിനിമയിൽ റിട്ടയർമെന്റ് ഇല്ല എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇല്ല. ആ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ആക്ച്വലി ഷാജുജാന്റെ ഫാദർ പോലീസ് ഓഫീസർ ആയിരുന്നു. അപ്പോൾ ആ ഒരു റിട്ടയർമെന്റ് ഫേസ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഈ ക്യാരക്ടറിൽ ഉണ്ടായിരുന്നോ? ഇല്ല, ഫാദറിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ചാച്ചൻ ഒന്നാമത് വിജിലൻസിലായിരുന്നു. ചാച്ചൻ യൂണിഫോം ഇട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല. ചാച്ചൻ അങ്ങനത്തെ ഒരു പോലീസുകാരനല്ല. വിജിലൻസ് ആയതുകൊണ്ട് അറിയാലോ, യൂണിഫോം ഇല്ല അവർക്ക്. അങ്ങനെ ആരോടും ചാച്ചൻ ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. വളരെ കൂളായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ചാച്ചൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചാച്ചനിൽ നിന്നൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടേഴ്സിനും ചാച്ചനിൽ നിന്നൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ ഒരു ആളായിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് പോലീസുകാരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാനൊരു പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെ ഞാൻ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു താമസിച്ചത്. അതുകൊണ്ട് തന്നെ പല ടൈപ്പിലുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ നമ്മളൊരു പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പം അറിയാതെയാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകും. ലാസ്റ്റ് നമ്മളൊരു ഫൈനലിൽ നമ്മളത് ഫിക്സ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മളിലോട്ടൊരു അറിയാതെയെങ്കിലും ഒക്കെ ഇയാളൊരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ വരും. ഞാനങ്ങനെ ഒരുപാട് പ്രീ വർക്കൊന്നും ഇല്ലാത്ത ഒരാളാണ് ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന് മുമ്പ്. നമുക്കിങ്ങനെ ഇത് വായിച്ചു കഴിയുമ്പം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സ്കെച്ച് നമ്മുടെ മനസ്സിലുണ്ടാകും. ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ നമ്മളൊരു മേക്കപ്പ് ചെയ്ത് നമ്മളൊരു കോസ്റ്റ്യൂം ഇട്ട് കഴിയുമ്പം എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നാവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെയായിരുന്നു ഇതിലും. രാമേന്ദ്രനായിട്ട് മേക്കപ്പ് ചെയ്ത് എല്ലാം വന്നു കഴിഞ്ഞ് എല്ലാം ഫുൾ സെറ്റായി വന്നു കഴിഞ്ഞപ്പം ഇയാൾ അത് ശരിയായിരുന്നു, റിട്ടയറായി, ഇയാൾക്കൊരു വിഷമം ഉണ്ടല്ലോ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. അപ്പോൾ നമ്മൾ ഈ പോലീസ് ഓഫീസേഴ്സിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ, ഇപ്പം എൻ്റെ ജനറേഷനിലെ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള സിനിമകളിൽ കണ്ടിട്ടുള്ള പോലീസ് ഓഫീസറാണ് ഭയങ്കര മാസ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കര BGM ഒക്കെ ഇട്ട് നമ്മൾ ഭയങ്കര പവർഫുൾ ആയിട്ട് കാണിക്കുമല്ലോ. പക്ഷേ റിയൽ ലൈഫിൽ പോലീസ് ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ അവർ കുറച്ചുകൂടെ സിമ്പിൾ ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നുന്ന ക്യാരക്ടേഴ്സാണ് നമ്മൾ റിയൽ ലൈഫിൽ കാണുന്നത്, സിമ്പിൾ ആയിട്ടുള്ള. ഈ ഒരു സിനിമയുടെ പോസ്റ്ററും ഈ റിട്ടയർമെന്റ് ഫംഗ്ഷൻസ് വരുമ്പോൾ പറഞ്ഞ രീതിയിൽ വെച്ച് നോക്കുമ്പോഴേക്കും ഈ സിനിമയുടെ രാമേന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടറും റിയലിസ്റ്റിക് സൈഡിലോട്ട് ഈ ഒരു സിനിമ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് തോന്നി. അത് ശരിയാണോ? 100% അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മളൊരു സിനിമാറ്റിക് ആക്കാം. നമ്മൾ ഇതിനു മുൻപ് നമുക്ക് റെഫറൻസ് എടുക്കാനുള്ള കുറേ സിനിമകൾ മലയാളത്തിൽ തന്നെയുണ്ട്. ഇൻക്ലൂഡിങ് നമ്മുടെ ജോസഫ് ആണെന്നുണ്ടെങ്കിലും അതിന് മുൻപ് വന്ന കുറേ സിനിമകളുണ്ട്. നമുക്കിടെ സിനിമകളൊക്കെ ഉണ്ട്. മെമ്മറീസ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷെ അതിലത്തൊക്കെ കുറേ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാറ്റിക് ആണത്. ഒരു സ്റ്റോറി ഉണ്ടാവും, ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവും, അവരുടെ എന്തെങ്കിലും ഒരു ട്രാജഡി ഉണ്ടായിട്ടുണ്ടാവും. അതിനകത്ത് നിന്ന് ഇദ്ദേഹം ഒരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകരം വീട്ടിൽ, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് കണക്ഷനായിട്ട് വില്ലനിലേക്ക് ഒരു കണക്ഷൻ, അങ്ങനെയൊക്കെ ഒരു സിനിമാറ്റിക് അപ്രോച്ച് ഉണ്ടാവും അതിനൊക്കെ. പക്ഷെ നമ്മുടെ ഈ സിനിമയിൽ അങ്ങനെയല്ല. ഒരു 100% നമ്മൾ റിയലിസ്റ്റിക് ആണ്. കാരണം സനൂപ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെ റിയൽ കുറച്ച് ഇൻസിഡൻസിൽ നിന്നാണ്. 1-2 റിയൽ ആയിട്ടുള്ള ഓഫീസേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തേ പിന്നെയാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തന്നെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സനൂപ് അത് മേക്ക് ചെയ്തിട്ടുള്ളതും 100% വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 കാറ്റഗറി, 2 ടൈപ്പ് എന്നല്ല, പക്ഷെ എന്നാലും ഞാൻ കണ്ടിട്ടുള്ള രീതി എന്ന് പറയുമ്പോൾ, ഞാൻ എഴുതി വെച്ച കഥ അല്ലെങ്കിൽ ഞാൻ എഴുതി വെച്ച സംഭവം അതുപോലെ തന്നെ സിനിമയിൽ കാണണം എന്ന് നിർബന്ധമുള്ള ആളാണോ, ഓർ സാഹചര്യത്തിനനുസരിച്ച് ലിബറൽ ആയിട്ട് ഡിപ്പെൻഡിങ് ഓൺ ദി ആക്ടേഴ്സ് ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താം? സോ വിച്ച് സൈഡ് ആർ യു ഇൻ ടു? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ആക്ടേഴ്സ് ഇംപ്രൂവൈസ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ അവർ ആക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് മാറ്റങ്ങൾ വരും, അല്ലെങ്കിൽ അവർ ഡയലോഗ് ഡെലിവറി ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ പറയാനുള്ള ഒരു ഈസിനെസ് ഒക്കെ വരുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് മാറ്റം, ഉറപ്പായിട്ടും നല്ല മാറ്റങ്ങൾ നമ്മൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ തന്നെ പോകണമെന്ന് ആണ് ആഗ്രഹവും. അതാണ് എപ്പോഴും സിനിമയ്ക്ക് നല്ലത്. ഡയലോഗ് പറഞ്ഞു തരുമ്പോഴാണ് നമ്മളോട് പറയും അത് ആ ക്യാരക്ടറിന് എങ്ങനെ ആയിരിക്കും ഈസി പറയാൻ ചേട്ടാ, അതുപോലെ തന്നെ പറഞ്ഞു, അത് കുഴപ്പമില്ല. നമ്മളൊരു ഡയലോഗ് മാറ്റി നമുക്ക് ഇങ്ങനെ അത് പറഞ്ഞാലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിനിമയ്ക്ക് അത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് സനൂപ് അത് പറയും, നമ്മളോട് പറയാം, അതിപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറയാം, അങ്ങനെ ഒരു
പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കും നമ്മൾ വൺസ് നമ്മൾ ആ ക്യാരക്ടറിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് നിന്ന് എന്തൊക്കെ പറയാം, എന്തൊക്കെ പറയാൻ പാടില്ല. എന്തായാലും 100% അറിയാവുന്ന അദ്ദേഹത്തിനായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഈ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ ഈ പോർഷൻ എടുത്ത് ഫസ്റ്റ് ഇട്ടിട്ട് ആ പോർഷൻ താഴോട്ട് ഇട്ടോട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഓക്കെ എന്ന് പറയും. അപ്പോൾ അങ്ങനെ തന്നെയാണ്. കാരണം ഇതിനകത്ത് നമ്മൾ ഈ ഒരുപാട് നാടകീയത ഡയലോഗ്സ് ഒന്നും കൊണ്ടുവരുത്തിയിട്ടില്ല. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള സംസാരം നമ്മൾ സാധാരണ ആൾക്കാരെങ്ങനെയാണ് സംസാരിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എഴുതുമ്പോൾ എത്രയായാലും ഒരു നാടകീയത ഉണ്ടാവും. അപ്പോൾ സംസാരത്തിലേക്ക് വരുമ്പം അതിനനുസരിച്ചുള്ള മാറ്റം നമ്മളെപ്പോഴും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഷാൻ ചേട്ടൻ്റെതായ രീതിയിലുള്ളൊരു മാറ്റം സംസാരത്തെ ഡയലോഗ്സും ഒക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത്. ഈ ഒരു സിനിമയിൽ നമുക്ക് ഫീമെയിൽ ക്യാരക്ടർ വരുന്ന അനുമോൾ എന്ന മാമിൻ്റെ ക്യാരക്ടർ ഭയങ്കര വൈറ്റലാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ പൊതുവേ കാണുന്ന ഫീമെയിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഹീറോനെ ചുറ്റിപ്പറ്റി ഉള്ള ക്യാരക്ടേഴ്സ് ആണ് പൊതുവേ കണ്ടിട്ടുള്ളത്. പക്ഷേ പുള്ളിക്കാരി ചെയ്തിട്ടുള്ള പല ക്യാരക്ടേഴ്സും അങ്ങനെ അല്ല. സോ ഹൗ മച്ച് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എത്രത്തോളം വൈറ്റലാണ് മാമിൻ്റെ ക്യാരക്ടർ ഈ ഒരു മൂവിയിൽ? നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് തീർച്ചയായിട്ടും. അങ്ങനൊരു ഇതൊരു ഫീമെയിലോ അല്ലെങ്കിൽ മെയിൽ ഓറിയൻറ്റഡ് ആയിട്ട് അങ്ങനെ ഒരു രീതിയിലുള്ളൊരു ക്യാരക്ടർ അല്ല ശരിക്കും. ആ സിനിമയുടെ ഭാഗമായിട്ട് വരുന്ന ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ് ഊർമിള എന്നുള്ളൊരു ക്യാരക്ടറാണ് അവർ ചെയ്തേക്കുന്നത്. ഈ സിനിമയുടെ ഒരു ഗ്രോത്തിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് മുതൽ ഊർമിളയ്ക്ക് അത്യാവശ്യം നല്ല പ്രാധാന്യമുണ്ട്. അവരെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ കഥ മുന്നോട്ട് പോകുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ഇത് സബ്ജക്റ്റ് കേട്ടപ്പോൾ തന്നെ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സും കൂടെ നമ്മൾ ചോദിക്കുമല്ലോ, ഇതാര് ചെയ്യും ഇതാര്. അപ്പം അനുമോളുടെ ക്യാരക്ടറിനെ പറ്റി ചോദിച്ചപ്പം വേറൊരു ഓപ്ഷൻ പോലും ഇല്ലായിരുന്നു സനൂപിന്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് സജസ്റ്റ് ചെയ്യാൻ കാരണം? തീർച്ചയായിട്ടും അഭിനയത്തിൻ്റെയും ആ ഒരു നടി എടുക്കുന്ന എഫേർട്ടുകളൊക്കെ കണ്ടിട്ടും തീർച്ചയായിട്ടും അങ്ങനെ ഇഷ്ടം കൊണ്ട് തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഇതിനു മുൻപ് ഈ അടുത്ത് വന്ന സിനിമകളിൽ നിന്നൊക്കെ എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ബൈച്ചറിനെ ആണെന്നുണ്ടെങ്കിലും സുധീർ കരമനയുടെ ആയിട്ടുള്ള ഓരോരുത്തരുടെ ക്യാരക്ടർ നോക്കിയാൽ എല്ലാം ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണല്ലോ. ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് ടൈറ്റിൽ ഞാൻ ഫോണിൽ നോക്കിയപ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് അങ്ങനെ CID എന്ന് പറഞ്ഞ ഒരു എലമെന്റ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കത്തിയില്ല. പിന്നെ ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് സംഭവം മനസ്സിലായത്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രീതിയിലാണ് ടൈറ്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ എങ്ങനെയാണ് ആ ഒരു ഐഡിയയിലേക്ക് എത്തിയത്? നമ്മൾ ഈ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തപ്പോൾ എഴുതിയപ്പോഴും രാമേന്ദ്രൻ എന്നുള്ള ക്യാരക്ടർ വന്നു. ഇദ്ദേഹം റിട്ടയർഡ് SI ആണെന്നുള്ള കാര്യം വരികയുണ്ടായി. പിന്നീടാണ് പുള്ളി റിട്ടയർമെന്റിന് ശേഷം ഒരു CID ആയിട്ട് പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു ക്യാരക്ടറിന്റെ കാര്യം പറയുകയും അതൊക്കെ ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് തന്നെ. സ്മേയ ജോമോനാണ് ഇത് ഡിസൈൻ ചെയ്ത് തന്നെ. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ അത് വെച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകുമായിരുന്നു. സാർ ആക്ച്വലി ഇത് ഫസ്റ്റ് മൂവിയാണ്. പക്ഷേ ഷാജുജാന്റെ കാര്യം പറയുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 25 years ആയിട്ട് സിനിമയിലുള്ള ഒരാളാണ്. നിങ്ങൾ തമ്മിൽ ആ ഒരു കോർഡിനേഷനൊക്കെ ഉണ്ടായിരുന്നിരിക്കുന്നത്. പക്ഷെ അതിനുമ്പ് ഒരു കാര്യം, ഷാജുജാൻ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു ഓർമ്മ ഉണ്ടാവുമോ? എത്ര സിനിമ ഉണ്ടാവുമെന്ന്? 100-200 സിനിമ കഴിഞ്ഞു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ദൃശ്യമൊക്കെ കഴിയുന്ന സമയത്ത് ദൃശ്യത്തിനൊക്കെ ദൃശ്യം കഴിഞ്ഞ മുമ്പ് ഒരു 100 കഴിഞ്ഞ പോലെയൊക്കെ എനിക്ക് തോന്നിയിരുന്നു. ഒരു 100-200 സിനിമ ആയിട്ടുണ്ടാവാനാണ് സാധ്യത. ഏറെക്കുറെ അത് ശരിയാണ്, അങ്ങനെ തന്നെയാണ്. ആയിരിക്കണം. ഷാജുജാൻ എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പക്ഷേ സാറ് ഈ സിനിമയുടെ ഡയറക്ടറാണ്. അപ്പോൾ രണ്ടുപേരുടെയും നമ്മളൊരു കോർഡിനേഷൻ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളും ലൈക്ക് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? ഹൗ വാസ് ദി കോർഡിനേഷൻ ബിറ്റ്വീൻ യു ടു? തീർച്ചയായിട്ടും നമ്മൾ ഞാൻ എല്ലാ അഭിപ്രായങ്ങളും പറയാം. അതിപ്പോൾ നമുക്ക് അത്രയും കണക്റ്റ് ആവുന്ന ആളുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം. നമ്മൾ ആദ്യത്തെ ഒരു അഭിപ്രായം പറയുമ്പോൾ അവരുടെ അപ്രോച്ച് എങ്ങനെ ആയിരിക്കുമോ അത് അനുസരിച്ചിരിക്കും അടുത്ത കാര്യങ്ങൾ. അപ്പോൾ ആദ്യത്തെ പറയുമ്പോൾ തന്നെ അവർ എന്താണ് നമ്മൾ പറയുന്നത് നല്ലതാണെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പം നല്ലതല്ല എന്നുണ്ടെങ്കിൽ അവർക്കത് പറയാം. അത് വേണ്ട നമുക്കിങ്ങനെ പറയുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ ഓക്കെ. അല്ല, ചിലർ അത് മൈൻഡ് ചെയ്യില്ല. അത് എന്താണ്, ചിലർക്ക് അത് ചില ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ സനൂപിന് എനിക്ക് അങ്ങനെയല്ല തോന്നിയിട്ടുള്ളത്. എനിക്ക് എന്ത് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം സനൂപ് തന്നിട്ടുണ്ട്. നല്ലത് സനൂപ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നോട് പറയും ചേട്ടാ അത് വേണ്ട, നമുക്ക് ഇതായിരിക്കും ബെസ്റ്റ്. അപ്പം അത് നമ്മൾ അതിനൊപ്പം നിൽക്കുക എന്നുള്ളത്. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ഈ സിനിമ ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുന്ന സനൂപിനെ ഒരാളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. കാര്യം ഇദ്ദേഹം എത്ര സിനിമകൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്നുമല്ല. ഇപ്പം അങ്ങനെയൊന്നുമല്ല. നമ്മൾ സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിലുള്ളൊരു വിഷനാണ്. അത് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി പുള്ളിക്കൊണ്ടെന്നുണ്ടെങ്കിൽ, അതിന് നല്ലൊരു ക്രൂവും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്കൊരു നല്ല സിനിമ ചെയ്യാം. അപ്പോൾ ഇതേപോലെ നല്ല സ്ക്രിപ്റ്റ് എഴുതാൻ സനൂപിന് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിഷ്വലൈസ് ചെയ്യാൻ സനൂപിന് 100% പറ്റുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. പിന്നെ നമ്മുടെ ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസിനകത്ത് നമ്മൾ തോന്നുന്ന ചില കാര്യങ്ങൾ അതും ശരിയാവണമെന്നില്ല. അതാണ് ശരിയെന്ന് നമുക്ക് ഭാഗമില്ല. നമ്മൾ പറയുകയാണ് സനൂപ് അത് ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ ചില കാര്യങ്ങൾ സനൂപ് എടുത്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ അത് എടുക്കാതിരുന്നതിനകത്ത് നമുക്ക് വിഷമങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ സനൂപ് ഓപ്പണായിരുന്നു വളരെ. നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം.
നമുക്ക് ഓപ്പണായിട്ട് ഡിസ്കസ്. അത് സനൂപിൻ്റെ ടീമിലുള്ള എല്ലാവരും അങ്ങനെ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും സജഷൻസ് പറയാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വളരെ നമ്മൾ കംഫർട്ടായിട്ട് വർക്ക് ചെയ്തൊരു ലൊക്കേഷനായിരുന്നു. ഈ ഒരു സിനിമയുടെ ക്രൂ എന്ന് പറയുമ്പോഴേക്കും അത് ഓൾമോസ്റ്റ് എല്ലാവരും പുതിയ ആൾക്കാരാണ്. അത് പുതിയ ആൾക്കാരാണ്. അതെ അതെ പുതിയ ആൾക്കാരെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനകത്ത് അവർക്ക് ഒരുപാട് വർക്ക് ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്, ഈ പുതിയ എലമെന്റ്സ്. എന്തുകൊണ്ടാണ് ആ ഒരു ഡിസിഷനിലേക്ക് എത്താൻ കാരണം? നമ്മുടെ ഒരു ക്രൂ ആയി വന്നപ്പോഴത്തേക്കും നമുക്ക് പരിചയമുള്ള ആൾക്കാർ, നമ്മൾ സിനിമ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാർ, ഇതെല്ലാം പുതിയ ആൾക്കാരായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് അത് വന്നു ചേർന്നതാണ്. പുതിയ ആൾക്കാരിലേക്ക് പോയില്ല. അപ്പം പുതിയ ആൾക്കാർ തന്നെ എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. മീൻസ് സിനിമയിലേക്ക് ഇല്ലെങ്കിൽ കൂടി പിന്നിൽ നിന്ന് പലതിലും ഷോർട്ട് ഫിലിംസും ഒക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പം നമുക്ക് ഓക്കെ ആയിരുന്നു അവർ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ഒരു എത്തിക്സ് അല്ലെങ്കിൽ വാല്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ചില ഡയലോഗുകൾ അല്ലെങ്കിൽ ചില സീനുകൾ എൻ്റെ എത്തിക്സിനോട് ചേരില്ല എന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി അത് ചെയ്യോ, അതോ ഞാനത് എൻ്റെ എത്തിക്സിന് അത് ചേരില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുമോ? ഷാജോന്റെ കാര്യത്തിൽ അത് എങ്ങനെയാണ്? ഞാൻ അങ്ങനെ ഞാനൊരു ഡയറക്ടറിനെ അല്ലെങ്കിൽ ഒരു റൈറ്ററിനെ വിശ്വസിച്ച് ജോലി ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ഈ പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നതൊക്കെ ആ ക്യാരക്ടർ ചെയ്യുന്ന. ഇതിപ്പോൾ ഇതിനകത്ത് ഈ CID രാമചന്ദ്രൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്ന ഡയലോഗൊന്നും എൻ്റെ അഭിപ്രായങ്ങളല്ല. ഞാനാണ് എൻ്റെ ലൈഫിലാണത് വന്നിരുന്നെങ്കിൽ ഞാനൊരു പക്ഷെ അങ്ങനെ ആയിരിക്കുകയില്ല പ്രതികരിക്കുക, അങ്ങനെ ആയിരിക്കുകയില്ല സംസാരിക്കുക, അങ്ങനെ ആയിരിക്കുകയില്ല ചിന്തിക്കുക. ഇതൊരു റൈറ്റർ എഴുതി വെച്ചിരിക്കുന്ന, ഇതിപ്പം റൈറ്ററും ഡയറക്ടറും ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിനകത്തൊരു ഡയലോഗ് ഇങ്ങനെ പറയണമെന്ന് പറയുമ്പോൾ എൻ്റെ ഞാനുമായിട്ട് എൻ്റെ ഇതുമായിട്ട് എത്തിക്സുമായിട്ട് ഇതിന് ബന്ധമില്ല, എനിക്കത് പറയാൻ പറ്റില്ല എന്ന് നമ്മളൊരു പ്രൊഫഷണലിസം ഉള്ള ഒരാളും അങ്ങനെ പറയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനത് പറയില്ല. നമ്മളായിട്ട് കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് നമ്മുടെ ഒരു ബോഡി ഷെയ്മിങ്, അല്ലേ? നമ്മൾ ഒരാളെ മനഃപൂർവ്വം നമ്മൾ വിഷമിപ്പിക്കുന്ന ഒരു ഡയലോഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കത് വേണം, നമുക്കത് ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും ഒരു വേർഡ് ഉപയോഗിച്ചാലോ. അപ്പം ഇപ്പോൾ വരുന്ന എല്ലാവരും നമ്മളത് ബോധേഡാണ്, അത് പറയാൻ പാടില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരാളെ അങ്ങനെ നമുക്ക് മോശമായി ചിത്രീകരിക്കുന്ന ഡയലോഗ് നമുക്ക് പറയാൻ പാടില്ല എന്ന് ഞങ്ങൾ ആക്ടേഴ്സ് ചിന്തിക്കുന്നതിന് മുൻപേ റൈറ്റേഴ്സ് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല. ഇൻ കേസ് അറിയാതെ എന്തെങ്കിലും വരുമ്പം നമ്മളത് ഡിസ്കസ് ചെയ്ത് അതങ്ങനെ മാറ്റാറുമുണ്ട് തീർച്ചയായിട്ടും. ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻസ് ഇങ്ങനെ നമുക്ക് ബാക്ക് ടു ബാക്ക് നടക്കായിരുന്നല്ലോ. അപ്പോൾ ഇത് എത്രാമത്തെ ഇന്റർവ്യൂ ആയിരുന്നു നിങ്ങളുടെ? 10ഓ 15ഓ? 10-15 എന്ന് തോന്നുന്നു. ഓക്കെ, അത്രയായല്ലേ. മടുപ്പുണ്ടോ? ഇല്ല, മടുപ്പില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നമുക്കങ്ങനെ എന്താ പറയുക, നല്ല കംഫർട്ടബിൾ ആയിട്ട് രീതിയിൽ നല്ല റാപ്പോട് ഇട്ടിട്ട് സംസാരിക്കാൻ പറ്റി. അത് നിങ്ങളോടുള്ളൊരു സ്നേഹം, നിങ്ങളുടെ ചാനലിനോടുള്ള സ്നേഹം, അമരവിള സതീഷിനെ പോലുള്ളവരോടുള്ള സ്നേഹം, ഇതൊന്നുമല്ല. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ? ഞങ്ങളുടെ സിനിമയ്ക്ക് രക്ഷപ്പെടണം, ജനങ്ങളിലോട്ട് ഞങ്ങൾക്ക് ഇത് എത്തിക്കണം. ഇത് നമ്മുടെ സിനിമ, നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും ഷൂട്ട് ചെയ്തൊരു സിനിമ നമ്മൾ കൊണ്ടുവന്നു. ഇത് ജനങ്ങളിലോട്ട് എത്തിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആളുകളുമായിട്ട് നമ്മളിരുന്ന് സംസാരിക്കണം. ആ ഇൻ്റർവ്യൂ വളരെ രസകരമുള്ളതാക്കണം. എന്നാലിത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഒന്നും ഇണ്ടാതെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് 6-ാം തീയതി 4-ാം തീയതി ഞങ്ങളുടെ സിനിമ ഇറങ്ങുന്നുണ്ട്, എല്ലാവരും വന്ന് കണ്ടോണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ചാനലിൽ നമ്മുടെ ഇൻ്റർവ്യൂ കാണത്തില്ല, തിയേറ്ററിലോട്ട് ഒട്ടും വരത്തില്ല. അപ്പം നമ്മളിത് വളരെ രസകരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുക. നമ്മൾ എൻജോയ് ചെയ്താലേ ഓഡിയൻസ് ഇത് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ വളരെ എൻജോയ് ചെയ്തിട്ടിരിക്കുക. ഇവ എത്ര സിനിമയിൽ അഭിനയിച്ചു? ഞാനൊരു 10-11. ലാസ്റ്റ് സിനിമ ഏതായിരുന്നു? ഭീഷ്മപർവം. അങ്ങനെ കുറച്ച്. ഭീഷ്മപർവ്വത്തിലാണ്. ഇനി അടുത്ത സിനിമ ഏതാണ്? ഇപ്പൊ പഠിക്കൽ പരിപാടിയാണ്. പഠിക്കണം മോൾ. ഇപ്പോൾ ഏതിനാണിപ്പം? ഞാൻ BCom സെക്കൻഡ് ഇയർ തൃക്കാക്കര ഭാരതമാതാ കോളേജ്. BCom സെക്കൻഡ് ഇയർ. അപ്പോൾ എന്നിട്ട് പഠിക്കും, അത് കഴിഞ്ഞ് സിനിമ ചെയ്യും. അപ്പോൾ കണ്ടില്ല, ഇപ്പം നമ്മുടെ പ്രൊമോഷൻ, അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ. താങ്ക് യു. ഈ ഒരു സിനിമ കാണാൻ തിയേറ്ററിലേക്ക് വരുന്ന പ്രേക്ഷകരോട് അതിൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ അവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സിനിമ ഇറക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതീക്ഷകളാണ്. ആരും മോശം സിനിമ ഇറക്കാൻ വേണ്ടി ആരും ശ്രമിക്കില്ലല്ലോ. എല്ലാവരും അവരുടെ കഴിവിനനുസരിച്ചുള്ള സിനിമകളാണ് മാക്സിമം എഫേർട്ട് ഇട്ട് ഇറക്കാൻ ശ്രമിക്കുന്നത്. ഒരു നല്ല സിനിമയായിരിക്കും, പ്രേക്ഷകർക്ക് 2 മണിക്കൂർ ബോറടിക്കാതിരുന്ന് കാണാൻ പറ്റുന്ന നല്ല ഒരു ത്രില്ലിംഗ് എലമെൻ്റ് ഒക്കെ ഉള്ള ഒരു സിനിമ തന്നെയാണ്. എനിക്ക് പറയാനുള്ളത്, മമ്മൂക്ക ടർബോയായിട്ട് വരുന്നുണ്ട്, അങ്ങനെ കുറേ പേര് ഗംഭീര സിനിമകളുമായിട്ട് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ വന്നിട്ട് അതിനിടയിൽ മറ്റെന്താണ് പഠിക്കത്തിനകത്ത് ഉർവശേച്ചി പറഞ്ഞ പോലെ തോമാച്ചാൻ്റെ 101 പവനിടയ്ക്ക് തോമാച്ചാൻ്റെ ചെറിയ നെക്ലേസ് മുങ്ങിപ്പോരുമെന്ന് പറയുന്ന പോലെ ഗംഭീര സിനിമകൾ ഒരുപാട് വരുന്നുണ്ട്. ഈ സിനിമകൾക്കൊക്കെ മേലെയാണെന്നോ അല്ല ഇതിനെ കഴിഞ്ഞൊക്കെ ഗംഭീര സിനിമയാണെന്നുള്ള അവകാശവാദങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങളെ ഒരിക്കലും ബോറടിപ്പിക്കാത്ത, നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്കും നിങ്ങൾ ചിലവഴിക്കുന്ന 2 മണിക്കൂറിനും നിങ്ങൾക്ക് ഇത് കളഞ്ഞല്ലോ അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്നൊരിക്കലും തോന്നില്ല എന്നൊരു ഉറപ്പ് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാ സിനിമകളും ഓടട്ടെ, എല്ലാം ഗംഭീരമാവട്ടെ, അടിപൊളി സിനിമകളാവട്ടെ. ഒപ്പം നമ്മുടെ സിനിമ ഉണ്ടാവും, CID രാമേന്ദ്രൻ റിട്ടയർഡ് SI. നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരോട് കാണാൻ പറയുക, അവരും വന്ന് കാണട്ടെ. അപ്പോൾ എല്ലാ സിനിമകളും ഗംഭീരമാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മോളെ. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു.